ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു 4 മണി പലഹാരമായിട്ടാട്ടോ വന്നത്. അതിനിതാ പഴമൊന്ന് നീളത്തിൽ മുറിച്ച് വെക്കുക. ഒരു കപ്പ് മൈദ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 ഏലക്കയും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ ദോശമാവ് പോലെ ഒന്നാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് അല്പം കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കി വെക്കുക. പിന്നെ ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം. തിരിച്ചും മറിച്ചും വാട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ആ പാനിൽ തന്നെ അതിലേക്ക് തന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ദോശ മാവ് ഒന്ന് ചുട്ടെടുക്കാം. ദോശ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ ചുറ്റി നേരെ തോതിൽ കേട്ടോ. ദോശ തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ചെടുക്കണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. ഇതേപോലെ നീളത്തിലൊന്ന് പഴം വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്ത് അതൊന്ന് മടക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരുപാട് ആയി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ല 4 മണി പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.